ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം. ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പം പുറത്തു പോയ വ്ളോഗാണ്. സംഭവം ഭയങ്കര ലാഗാണ്. പക്ഷെ ഞാൻ ആ ലാഗിന്റെ ഉള്ളിൽ എന്റെ സോങ് വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പാട്ടും വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. ബോറടിച്ചപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, കസിനെ വിളിച്ച് കാറെടുത്ത് പുറത്തേക്ക്. എനിക്കാണെങ്കിൽ ഒരു 10 സെക്കൻഡ് വായും പൂട്ടിയൊക്കെ ഇഷ്ടമല്ല. എന്തെങ്കിലും സംസാരിച്ചോണ്ടോ പാട്ടോടെക്കൊണ്ട് വെക്കണം. അതുകൊണ്ട് ഞാൻ കാറി കേറിയപ്പോ മുതൽ തുടങ്ങിയ പാട്ടോടാന്. പിന്നെ ഇയാള് എനിക്കിപ്പത്തെ പുതിയ പാട്ടിനെക്കാളും പണ്ടത്തെ പാട്ടോട്ടോ ഭയങ്കര ഇഷ്ടം. അങ്ങനെ പാട്ടെല്ലാം പാടിയ ക്ഷീണത്തിൽ ഒരു സർബത്ത് കുടിക്കാൻ കയറിയിട്ടാ. ഇതെന്റെ കസിന്റെ കുട്ടിയാട്ടോ, ഹംദ. ഇന്ന് ഫുള്ള് ഇവളവാകെ ചെലവാണ് എനിക്ക്. പുറത്ത് നല്ല ചൂടായോണ്ട് വീണ്ടും ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചുട്ടോ. നമുക്ക് പച്ച ഇതാ, അതല്ല, അത് മാഡല്ല, ഇത് ബിങ്കോന്റെ പച്ച. ബിങ്കോന്റെ പച്ച അവളെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ? ടേസ്റ്റ് ഉണ്ട്. പിള്ളേരെന്നെല്ലാം പറയുമ്പോ ഇങ്ങനെ ആയിരിക്കണം. താത്തമാർക്ക് ലൈസൊക്കെ വാങ്ങിക്കൊടുത്ത് സ്നേഹിക്കണം. ഇന്ന് എന്താന്നറിയില്ല, ഭയങ്കര സ്നേഹം നോക്ക്. അങ്ങനെ ഇവിടുന്ന് തിന്നലും കുടിക്കലും ഇങ്ങനെ പിന്നെയും കാറി കയറിട്ട് എന്റെ ഗാനമേള അവിടെ. മാമ്പഴത്തിൻ ചേലാണ്, മാമ്പഴത്തിൻ പൂവാണ്, മാതളത്തിൻ തേനാണ് ലാസ്യ. മാമ്പഴത്തിൻ ചേലാണ്, മാതളത്തിൻ പൂവാണ്, മാതളത്തിൻ തേനാണ് ലാസ്യ. ഒരു നേരം കാണാൻ ഒരു വാക്കും മിണ്ടാനാൻ, ഒരു നേരം കാണാനാൻ ഒരു വാക്കും മിണ്ടാനാൻ, വാടി നിൽക്കും പൂ പോലെ നാസിയ. മാമ്പഴത്തിൻ ചേലാണ്, മാതളത്തിൻ പൂവാണ്, മനസ്സത്തിൻ തേനാണ് നാസിയ. Put your heart to hand, darling. तू है ना, सपने भी तू है ना, अपने भी तू है फातिमा, फातिमा. നെഞ്ചുക്കുള്ളേ നീ താനെ, കണ്ണുകൾ മുഴുതും നീ താനെ, കാതൽ നമ്പർ നീയേ ഫാത്തിമ, ഫാത്തിമ. അഴകേ നീ
എല്ലാം മറന്നു നീ നകന്നു എന്നെ വെറുത്തു कहना मेरे सजना लैला लैला तू मर सकते हैं दोनों मिलके पहले प्यार किया. പടച്ചോനെ വിളിക്കേണ്ട സമയത്ത് ഫാത്തിമാനെ വിളിച്ചിട്ട് നമ്മൾ നേരെ നിക്ഷാനിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടുന്ന് ഫോണിന്റെ കേസ് സ്ക്രീൻ കാർഡൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ വന്ന കേട്ടോ. ഈ സ്ഥാനത്തിന് ഇവിടെ വന്നിട്ട് ഇതാ കേട്ടോ പണി. അങ്ങനെ നമ്മൾ ഫോണിന്റെ മേലെ ഓന്റെ കളം വരക്കലെങ്കിൽ അതിന്റെ പിന്നെ നേരെ കേസ് നോക്കിട്ടോ. അങ്ങനെ അവിടെ അതിൽ സെറ്റ് ആക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് സോന നീ 1-ാം നമ്പറിൽ കയറിയിട്ടോ. എന്നാലും സോന ഏത് പരിപാടിക്കായിരിക്കും 1-ാം നമ്പർ മേടിച്ചിട്ടുണ്ടാവും. എനിക്ക് എന്തറിയില്ല കൈസ്, ഇപ്പൊ ഈ നാടൻ ഫുഡിനോട് ഭയങ്കര ക്രേസാണ്. അങ്ങനെ ഉഷാറിന്റെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഐസ് പിടിക്കാൻ പോയി. അതിനിടയ്ക്ക് ഒരു പേടയും അകത്താക്കി. അങ്ങനെ നമ്മള് കണ്ണൂർ പ്രഭാതത്തിൽ സ്കൂപ്സോ ഇല്ല അവിടെയൊക്കെ പോയത്. അവിടുന്ന് ഒരു വാനിലയും ആൻഡ് ഒരു ഓറിയോ വാങ്ങിച്ചു കേട്ടോ. വാനിലിന്റെ ഉള്ളിൽ നട്സിന്റെ ചെറുതായിട്ടുള്ള ഒരു ക്രഞ്ചിനെസ് വന്നിട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓറിയോ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് മണി ക്വാണ്ടിറ്റി ചെറുതായിട്ടൊന്ന് കൂടിയതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതിന്റെ കൂടെ ഒരു ഗോലി സോഡി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും കുടിച്ച് പിന്നെയും എന്റെ ഗാനമേള തുടങ്ങി. ഇതൊക്കെ ഒരു 5 മിനിറ്റ് വായി പൂട്ടി നിന്നുണ്ടെങ്കിൽ അങ്ങനെ നിക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷെ എന്റെ വായിൽ പാട്ട് ഒന്നോടുക്കും. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു സുന്ദരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചൊല്ലുമോ നീ ഏതാ പറയുമോ പേരെന്താ സ്നേഹമായി ഓടുവാൻ നാരിയായി ആന്തരം അഴകേ അഴകേ തളിരേ കുളിരേ അഴകേ അഴകേ തളിരേ കുളിരേ. അങ്ങനെ കുറച്ചും കൂടി തളിരാൻ വേണ്ടി നമ്മള് ബേബി ബീച്ചിൽ പോയിട്ടോ. നട്ടുച്ചക്ക് വെറുതെ ഉണങ്ങാൻ വേണ്ടിച്ച് പോയതാണ്. അങ്ങനെ അവിടെ കിടന്ന് കുറച്ച് നല്ലോണം ഉണക്കമീനായതിനു ശേഷം അവിടെ നിന്ന് പോയിട്ടോ. ഹംദക്ക് പിന്നെ കുറച്ച് സ്നേഹം അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ട് നമുക്ക് ഒരു ഐസലും മേടിച്ചതിന് കേട്ടോ. പോകുമ്പോൾ പിന്നെ സെക്കിത്താത്ത ഐശ്വര്യമായിട്ട് ഡ്രൈവർ സീറ്റിലാണ്ട് കയറി ഇരുന്നിട്ടാ. എന്നിട്ട് 2 മറിക്കലും തിരിക്കലും വളക്കലും കുണിക്കലായിട്ട് സെക്കിത്താത്തക്ക് കുശാലെന്നെ. ഇങ്ങനെ കുശാലായിട്ട് പോയാൽ മതിയാ, ചായലും കുടിക്കണ്ടേ നമുക്ക്. ഞാൻ ചായയിൽ ഭയങ്കര അഡിക്റ്റ് ആണ് ഗൈസ്. എനിക്ക് ചായ കണ്ടാൽ തന്നെ ഒരു സമാധാനം കിട്ടും. ചായ കാപ്പ വടേ കാപ്പ ചായ വടേ കാപ്പി ചായ 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 വട കാപ്പി കാപ്പി. അങ്ങനെ ചായലും കുടിച്ച് മനസ്സ് ശാന്തായപ്പോ പിന്നെയും തുടങ്ങി എന്റെ ഗാനമേള. പാട്ട് പറയാൻ പറ്റോ? ഒരു നൊസ്റ്റാൾജിക്കൽ പാട്ട് ഞാൻ പറയാം. ഷാഫിന്റെ പെട്ടെന്ന് 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 കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളി കളിക്കല്ല പെണ്ണെ നിന്നെ മംഗളം എന്നല്ല പെണ്ണെ അങ്ങനെ ലൈലന്റെ വീടെത്തി ഗൈസ്. ലൈല എല്ലാവർക്കും ടാറ്റയും പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പൊ ശരി ബൈ. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഒന്നിനെ ഗിവ് അവേ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗിവ് അവേ കൊടുക്കാണ് ഹംദന. അപ്പൊ വേണ്ടവരെ DM ചെയ്യട്ടോ. അപ്പൊ ശരി ബൈ.